കേരളത്തിൽ ഭരണപക്ഷമായ LDF കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. എന്നാൽ അത് മിക്കവാറും ആളുകൾ പ്രതീക്ഷിച്ചതുമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളും ഈ മുന്നേറ്റം ഏതാണ്ട് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കവേ തുടക്കത്തിൽ തന്നെ കളം പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നടൻ വിജയിന്റെ TVK പാർട്ടി. 234 മണ്ഡലങ്ങളിൽ 100-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ TVK ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. DMK സഖ്യം 52 സീറ്റുകളിലും AIADMK സഖ്യം 75 സീറ്റുകളിലുമാണ് ലീഡ് ചെയ്യുന്നത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, പേരമ്പൂർ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട്. AIADMK നേതാവ് എടപ്പാടി K പളനിസ്വാമി എടപ്പാടി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട്. DMKയുടെ C കാശിയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ എതിരാളി. ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ 81.5% അവിടുത്തെ പോളിംഗ് ശതമാനം. 164 സീറ്റുകളിലാണ് DMK സഖ്യം മത്സരിക്കുന്നത്. AIADMK 167 സീറ്റിലും ജനവിധി തേടുന്നു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ലീഡ് നിലകൾ. കേരളത്തിൽ ഭരണകക്ഷിയായ LDFന്റെ കോട്ടകളിൽ പോലും UDF മുന്നേറുന്ന കാഴ്ചയാണ് തുടക്കത്തിൽ തന്നെ കാണുന്നത്. കേരളത്തിൽ ഇടതുവിരുദ്ധ UDF തരംഗം തന്നെയാണ് എന്നാണ് ആദ്യഘട്ട ഫലസൂചനകൾ നൽകുന്നത്. 10 മന്ത്രിമാരാണ് വോട്ടെണ്ണൽ പിന്നിലേക്ക് പോയത്. ധർമ്മടം മണ്ഡലത്തിൽ 4ാം വട്ടം വോട്ടിനെപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം സ്ഥാനത്താണ്. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK നയിക്കുന്ന മുന്നണി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം പാർട്ടിയാണ് ലീഡ് നിലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിലവിലെ കണക്കുകൾ പ്രകാരം 106 സീറ്റുകളിലാണ് TVK മുന്നേറുന്നത്. പ്രതിപക്ഷമായ AIADMK നയിക്കുന്ന മുന്നണിയാണ് 2ാം സ്ഥാനത്തുള്ളത്. 70-ൽ കൂടുതൽ സീറ്റുകളിലാണ് AIADMK നയിക്കുന്ന മുന്നണി ലീഡ് ചെയ്യുന്നത്. അതേസമയം ഭരണകക്ഷിയായ DMK 46 സീറ്റുകളിലേക്ക് പിന്തള്ളപ്പെട്ടു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം ഇപ്പോഴും പിന്നിലാണ് എന്നതാണ് ശ്രദ്ധേയം. ബംഗാളിലും ഭരണമാറ്റത്തിന്റെ സൂചനകൾ നൽകുന്നതാണ് ആദ്യഘട്ട വിവരങ്ങൾ. ഇവിടെ മറ്റ് കക്ഷികളെ പിന്നിലാക്കി BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ലീഡ് നിലയിൽ സംസ്ഥാനത്ത് BJP കേവല ഭൂരിപക്ഷം മറികടന്നു. 154 സീറ്റുകളിലാണ് BJP മുന്നേറുന്നത്. തൃണമൂൽ 107 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ BJP സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാനത്ത് ഇടതുകക്ഷികളും കോൺഗ്രസും ശക്തമായ മത്സരം പോലും കാഴ്ചവെക്കാനാവാതെ പുറകോട്ട് മാറി നിൽക്കുകയാണ്.